ടെക്സ് ആൻഡ് കിസിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ IT മോഡൽ എക്സാമിന് വന്ന ചോദ്യങ്ങളാണ് ഇന്ന് മക്കളെ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൻ്റെ ലൈസൻസ് വിശദാംശങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആണ്? ഇതിൻ്റെ ആൻസർ ഫസ്റ്റ് എ ആണ് ശരിയായ ആൻസർ. GPL വേർഷൻ 3 അനുസരിച്ചാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അത് ശരിയാണ്. അതുപോലെ തന്നെ ഇ എന്നതും ശരിയായ ആൻസറാണ്. ഈ സോഫ്റ്റ്വെയറിൽ ആവശ്യമായ മാറ്റം വരുത്തി ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൈത്തൺ പ്രോഗ്രാമിംഗ് ഭാഷയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, അതുപോലെ തന്നെ ഓപ്ഷൻ സിയുമാണ്. ഗൈഡോ വാൻ റോസം പൈത്തൺ ഭാഷ വികസിപ്പിച്ചെടുത്തു. അതുപോലെ തന്നെ പൈത്തൺ ഒരു ഇൻ്ററപ്റ്റഡ് പ്രോഗ്രാമിംഗ് ഭാഷയാണ്. ഓപ്ഷൻ ബിയും സിയുമാണ് ശരിയായ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ക്രൈബസ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കിയ 2 ഡിസൈനുകളാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ഡിസൈനിലുള്ള ചിത്രത്തെ രണ്ടാമത്തെ ഡിസൈനിലേതുപോലെ ക്രമീകരിക്കാൻ ചുവടെ നൽകിയ പ്രവർത്തനങ്ങളിൽ ശരിയായ രീതികൾ ഏതെല്ലാം? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എയും അതുപോലെ തന്നെ ഓപ്ഷൻ എയും ഇയുമാണ്. ചിത്രത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലെവൽ റൈസ് ടു ടോപ്പ് ക്ലിക്ക് ചെയ്യുക. അതായത് ഈ ഒരു ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് ലെവലിലെ റൈസ് ടു ടോപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ചിത്രം മുകളിൽ വരുന്നതായി കാണാം. അതുപോലെ തന്നെ ടെക്സ്റ്റ് ഫ്രെയിമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലെവൽ ലോവറിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ എഴുതി കൊടുത്ത ആ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലെവലിൽ ലോവർ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഇമേജ് പുറകിലേക്കായിട്ട് ടെക്സ്റ്റ് വന്നതായി കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നൽകിയിരിക്കുന്ന പട്ടികയിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തി DBMSൽ സ്റ്റുഡൻസ് എന്ന ടേബിൾ തയ്യാറാക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഫീൽഡാണ് ഡാറ്റ ടൈപ്പായി നമ്പർ തിരഞ്ഞെടുക്കേണ്ടത്? ടെക്സ്റ്റ് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റുഡൻ്റ് ഐഡിയും സ്റ്റുഡൻ്റ് നെയിമുമാണ് എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഇവിടെ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശരിയായ ആൻസർ ഓപ്ഷൻ സി ഇയറാണ്. ഇയറാണ് മനസ്സിലാക്കുക. ഫീൽഡ് ടൈപ്പ് അതായത് നൽകിയിരിക്കുന്ന പട്ടികയിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തി DBMSൽ സ്റ്റുഡൻസ് എന്ന ടേബിൾ തയ്യാറാക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഫീൽഡാണ് ഡാറ്റ ടൈപ്പ് നമ്പറായി തിരഞ്ഞെടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇവിടെ ഇയർ ആണെന്ന് മനസ്സിലാക്കുക. ഇവിടെ നോക്കുമ്പോൾ ഈ ടേബിളിൽ നോക്കുമ്പോൾ മനസ്സിലാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്പൺ ടൂൺസിൽ ഉൾപ്പെടുത്തിയ ചിത്രശ്രേണി മറ്റു ഫ്രെയിമുകളിലേക്ക് റിപ്പീറ്റ് ചെയ്തപ്പോൾ ആദ്യത്തെ ചിത്രം മാത്രം എല്ലാ ഫ്രെയിമിലും ദൃശ്യമായതിൻ്റെ കാരണം എന്തായിരിക്കും? ആൻസറെ ചിത്രശ്രേണിയിലെ എല്ലാ ഫ്രെയിമുകളും സെലക്ട് ചെയ്ത് റിപ്പീറ്റ് ചെയ്യാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റോബോട്ടുകൾ അവയുടെ ചുറ്റുപാടുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നത് തന്നിരിക്കുന്നതിൽ ഏത് ഘടകം ഉപയോഗിച്ചാണ്? ആൻസർ
സെൻസർ ഉപയോഗിച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓർഡിനോ യുനോയിൽ തയ്യാറാക്കിയിരിക്കുന്ന സർക്യൂട്ടിൽ അമിതമായി കറന്റ് ഒഴുകി LED നശിക്കുന്നത് തടയാൻ ഇതിലേക്ക് ശ്രേണിയായി, അതായത് സീരീസായി താഴെ നൽകിയ ഏത് കോമ്പോണന്റ് കണക്ട് ചെയ്യുന്നതാണ് ഉചിതം? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, അനുയോജ്യമായ റെസിസ്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നക്ഷത്ര പഠനത്തിനും ആകാശ നിരീക്ഷണത്തിനും സഹായകരമായ സോഫ്റ്റ്വെയർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, സ്റ്റെല്ലേറിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജിയോജിബ്രയിലെ ഇൻപുട്ട് ബാറിൽ രണ്ടാംകൃതി സമവാക്യങ്ങൾ, ഉദാഹരണം y=x² എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കീബോർഡിലെ ഏത് ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയ രീതിയിൽ ഒരു ടെക്സ്റ്റിന് നിറം നൽകാൻ ഇങ്ക്സ്കേപ്പിൽ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ സി, ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം കളർ പാലറ്റിൽ മഞ്ഞ നിറത്തിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ്, ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ കീ അമർത്തിക്കൊണ്ട് കളർ പാലറ്റിൽ മഞ്ഞ നിറത്തിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്കൂൾ IT ക്ലബ്ബ് തയ്യാറാക്കിയ ഒരു സോഫ്റ്റ്വെയർ മറ്റുള്ളവരുടെ പങ്കാളിത്തത്തോടുകൂടി വികസിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഇതിനായി തിരഞ്ഞെടുക്കാവുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഏതെല്ലാമാണ്? ഗിറ്റ് ഹബും GNU 7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സ്ക്രൈബസ് ഡോക്യുമെൻറ്റിൽ ടെക്സ്റ്റ് ചേർത്തതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്ന ടെക്സ്റ്റ് രണ്ടാമത്തെ ചിത്രത്തിലേതുപോലെയാകാൻ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ജാലകത്തിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തെല്ലാം? ആൻസർ ഓപ്ഷൻ എ, കളർ ആൻഡ് ഇഫക്ട്സ് ടാബിൽ ടെക്സ്റ്റ് കളർ ബ്ലൂ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ്, അലൈൻ ടെക്സ്റ്റ് ജസ്റ്റിഫൈ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൗതിക രൂപത്തിൽ അല്ലാതെ ഡിജിറ്റൽ രൂപത്തിൽ മാത്രം നിലനിൽക്കുന്ന എല്ലാത്തരം സാമ്പത്തിക ആസ്തികളെയും ഡിജിറ്റൽ ആസ്തി എന്നാണ് പറയുന്നത്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഡിജിറ്റൽ ആസ്തികൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ, ക്രിപ്റ്റോ കറൻസിയും അതുപോലെ തന്നെ ഓപ്ഷൻ സി, ഡിജിറ്റൽ ആർട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നേരത്തെ ചോദിച്ച ചോദ്യമാണ്. തന്നിരിക്കുന്നവയിൽ സ്വതന്ത്ര ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ സ്ക്രൈബസ്. നെക്സ്റ്റ്, സ്ക്രൈബസ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കിയ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ചിത്രത്തെ രണ്ടാമത്തെ ചിത്രം പോലെയാക്കാൻ സ്ക്രൈബസിൽ ഉപയോഗിക്കുന്ന സങ്കേതം ഏത്? ശ്രദ്ധിക്കുക, ഇവിടെ ഒന്നാമത്തെ ചിത്രം പോലെയല്ല രണ്ടാമത്തേത് അല്ല. അപ്പോൾ ഇവിടെ ഷാഡോ പോലെയുണ്ട്. അപ്പോൾ ഇവിടെ ഡ്രോപ്പ് ഷാഡോയാണ് ആൻസർ. ഓപ്ഷൻ സി ആണ്
ഡ്രോപ്പ് ഷാഡോ.